ഒരു സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു 6:30 മമ്മി എണീപ്പിച്ചു. ഇവിടെ എൻ്റെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിച്ച ഒരാൾ. അങ്ങനെ ഒരു 6:35 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങൾ എഴുന്നേക്കാൻ പോകുന്ന സമയപ്പോൾ ഈച്ചാനെ വിളിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് സമയം പോയി. ഞങ്ങളൊരു 7 മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ കുർബാന വരുന്നത്. ഞങ്ങളൊരു 7:10 പങ്കെത്തിയത്. വചനവായന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കരഞ്ഞ് എന്നെയുമായിട്ട് പുറത്തിറങ്ങി. അതിനുശേഷം ഒരു 8:15 ഞങ്ങൾ കുർബാന കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ബ്രെഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴേക്കും 8:15 ആയി. പിന്നെ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബ്രെഡും ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയാൻ. കുഞ്ഞു രാവിലെ തന്നെ ജേഡിയുമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കണമെന്ന്. ആളുറങ്ങാനായിരുന്നു അലമ്പ് കാണിച്ചേ. ഞങ്ങൾ കുളിച്ച് സുന്ദരിയായി ഞാൻ നമ്മുടെ ഗ്രൂം ടീമിനെ ഇറക്കി വിടാൻ പോവാണ്. ഞാൻ അവന്മാരെ പുറത്തിറക്കി വിട്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ പാണ്ഡുവിൻ്റെയും ഡുണ്ടുവിൻ്റെയും ചേടിയുടെയും ഒരു വീഡിയോ അവരെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവരെങ്ങനെ ഇവിടെ വന്നേ എന്നുള്ളത്. ഡുണ്ടു വാ വാ പറഞ്ഞ കേൾക്കത്തില്ല. മോളൂടി വന്ന് കഴിഞ്ഞ് ഭയങ്കര അഹങ്കാരമാണ്. ആഹാ, മുഖം നല്ല കോലമായി വെച്ചിരിക്കുകയാണ്. ഡുണ്ടു എന്താ നല്ല സുന്ദരിയാണ് ഞങ്ങളുടെ ഡുണ്ടു. ഇത് ലാപ്സാസയാട്ടോ. രോമൊന്നും ഇല്ല. രോമൊക്കെ ഇച്ചാൻ പോകുന്നതിന് മുമ്പ് പഠിച്ചു കളഞ്ഞു. ഈ മുഖത്തൊക്കെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറ്റിച്ചഴുക്കാൻ തോന്നും. അല്ലേ കുഞ്ഞു? ഡുണ്ടൂസ് ഡുണ്ടു ഡുണ്ടു മോളെ. അയ്യോ പോലെ പാണ്ടു. ഡുണ്ടു ഡുണ്ടു എന്താ എന്താ അവർ രണ്ടുപേരും ഓടുന്നുണ്ടപ്പോൾ അവൾക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം അവൾ കുറച്ച് സൈലൻ്റായിട്ടിരിക്കുന്ന ആളാണ്. സുന്ദരിയാ നല്ല രസമാണ്. ഇവർക്ക് രോമൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പം മുഖത്ത് ചെറുതായിട്ട് അഴുക്കിരിപ്പുണ്ട്. അതാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല സുന്ദരിയാണ് ഞങ്ങളുടെ ഡുണ്ടു. എൻ്റെ സുന്ദരി പെണ്ണാണ് ഞങ്ങളുടെ ഡുണ്ടു മോൾ. ഇവിടെ ഉള്ളൂ ആദ്യം പറഞ്ഞാൽ കേൾക്കുന്നത്. വരുന്നുണ്ട് അവളെ വശീകരിക്കാനായിട്ട്. അവളുടെ മോള് വന്ന് മുമ്പിൽ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോകുന്നുണ്ട്. വാ അമ്മയെന്നും പറഞ്ഞ്. ഒരു കൊച്ചിൻ്റെ അമ്മയെന്ന് കണ്ടാ പറയുമോ? ഇഷ്ടം ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം കുഞ്ഞിന് അല്ലേ? ഡുണ്ടു ഡുണ്ടു മോളു ഡുണ്ടു മോളു. ചേടി വന്ന് ചേടി വാ. ചേടിനെ കാണിക്കാൻ പറ്റില്ല. ചേടി ഫുള്ള് സീനായിട്ടിരിക്കും. ഇവരാരാണ് ഭർത്താവൊന്നും നോക്കുന്നോ?
മോള് വന്നു ഉമ്മോക്കുന്നു. ഇനി ഭർത്താവ് വരും ഉമ്മോക്കാനായിട്ട്. അതിപ്പോൾ രണ്ടുപേരും കൂടി വരുന്നു ഉമ്മോക്ക്. അവൾ പോയി, അവളെ വശീകരിച്ചു, അവൾ പോയി. ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഞ്ഞാല് പോലെ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു ഊഞ്ഞാല് കെട്ടിയിരുന്നത്. അപ്പോൾ കുഞ്ഞുവിന് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇച്ചാൻ എനിക്ക് ഇവിടെ കെട്ടി തന്നു. ഞാനും കൂടി ഇരുന്ന് അടിക്കുമെന്നും പറഞ്ഞ് ഇച്ചാനൂടെ ഊഞ്ഞാല് കെട്ടി തന്നിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നു. ഞങ്ങൾക്ക് 2 കസിൻസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൈം ജ്യൂസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു വരുന്നുണ്ട്. കുഞ്ഞു ആണെങ്കിൽ അലമ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഇരുന്ന് സിനിമ കാണുവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് ചെയ്തു. എനിക്ക് ഇന്ന് ഒരു 5 മണിക്കും പിന്നെ രാത്രിയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നാളെയാണ് അർത്തിങ്കപ്പള്ളി പെരുന്നാൾ വരുന്നത്. ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് വയ്യ, പപ്പയ്ക്ക് ചെറിയൊരു പനി പോലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പപ്പയുടെ പനിയൊക്കെ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കുറഞ്ഞ് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി കുഞ്ഞുവിനെ എനിക്ക് ഉറക്കണം, അതാണ് ടാസ്ക് ഗൈസ്. അവളിപ്പോൾ അപ്പുറത്തിരിക്കുവാണ്. ഞാനിപ്പോൾ അപ്പുറത്തോട്ട് വന്ന് ഉടനെ എൻ്റെ പുറകിന് വരും. നമുക്ക് നോക്കാം എന്തായാലും. കുഞ്ഞു കുഞ്ഞു കിട്ടി. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി ഡിങ്കിരി ഡിങ്കിരി ഡിങ് ഡിങ്കിരി ഡിങ് ഡിങ്കിരി ഡിങ്കിരി ഡിങ് ഡിങ്കിരി ഡിങ് ഡിങ്കിരി ഡിങ്കിരി ഡിങ് ഇഞ്ചിക്ക ഗിരി ഡിങ് ഡിങ്കിരി ഡിങ്കിരി ഇഞ്ചിണ്ട ഡിങ്കിരി ഡിങ്. പിന്നെ എന്താ, വൈകുന്നേരം എപ്പോൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കി നൈസായിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.